കണ്ണേട്ടനൊരു അയ്യപ്പ വിഗ്രഹം തന്നില്ലായിരുന്നോ? തന്നിരുന്നു. അപകടം നടന്ന ശേഷം അതിന് ദൃക്സാക്ഷി ആയതുകൊണ്ട് ആ സംഭവം എന്നെ വല്ലാതെ പിടിച്ചുലച്ചു. പിറ്റേ ദിവസം എനിക്ക് മനസ്സമാധാനം കിട്ടിയില്ല. ഞാൻ അപകടം നടന്ന സ്ഥലത്തെത്തി. അവിടെ ആകെ തിരയുന്ന സമയത്ത് ഞാനത് കണ്ടത്. ഒരയ്യപ്പ വിഗ്രഹം. ആരുടെയും കണ്ണിൽപ്പെടാതെ അത് കിടക്കുമായിരുന്നു. ഞാനതെടുത്തു. അന്ന് തൊട്ട് ആ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ വിളക്കൊളുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നത് കണ്ണേട്ടന് ഒരാപത്ത് സംഭവിക്കരുതെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച് അവസാനം അന്ന് അപകടം പറ്റിയ ആളെ ഞാൻ പ്രത്യക്ഷപ്പെടുത്തുകയായിരുന്നു. എന്റെ മുന്നിലോട്ട് കൊണ്ടുവരുമായിരുന്നു. അല്ലെങ്കിൽ അയ്യപ്പ സ്വാമി അതിന് നിമിത്തമാവുമായിരുന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ലടോ. അപ്പോ എന്റെ കയ്യിലിരുന്ന അയ്യപ്പ വിഗ്രഹത്തിന് മുമ്പിലാ താൻ തിരി തെളിയിക്കുന്നല്ലേ? അതെ കണ്ണേട്ടാ. ഇടയ്ക്ക് കണ്ണേട്ടൻ അന്ന് നഷ്ടപ്പെട്ട അയ്യപ്പ വിഗ്രഹത്തെ പറ്റി, അതിന് ഞാൻ പൂജിക്കുന്ന അയ്യപ്പ വിഗ്രഹമായിട്ട് സാമ്യമുണ്ടെന്നൊക്കെ പറയുമ്പോ ഞാനിതൊക്കെ ഓർക്കും. അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഓർക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നമ്മൾ തമ്മിൽ ഒന്നിക്കാനായിരുന്നു എന്ന്. ഇന്ന് അവസാനമായിട്ട് മഹി എന്റെ അടുത്ത് വന്നപ്പോ താൻ എന്നോട് മാപ്പ് ചോദിച്ചു. ഇപ്പോ ആത്മാർത്ഥമായിട്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ അച്ഛനെ സാക്ഷിയാക്കി, ആ അയ്യപ്പ വിഗ്രഹത്തെ സാക്ഷിയാക്കി ഞാൻ തന്നോട് മാപ്പ് ചോദിക്കുക, എന്റെ തെറ്റുകൾ ഏറ്റു പറയുക. അതിന്റെ ഒന്നും ആവശ്യമില്ല കണ്ണേട്ടാ. ഇതൊരു നിസ്സാര സംഭവമല്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും അതെല്ലാം എന്റെ മുന്നിൽ ഇന്നലെ എന്നോണം പച്ച പിടിച്ച് നിൽക്കുക കണ്ണേട്ടാ. ആ സംഭവത്തിന് ശേഷം ഞാൻ കുറെ നാൾ കണ്ണേട്ടന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. കണ്ണേട്ടൻ വീൽ ചെയറിൽ വരുന്നത് ഒരിക്കൽ കണ്ടിരുന്നു. അന്ന് ഞാൻ ആ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ പോയി നിന്ന് ഒരുപാട് കരഞ്ഞു. ഏങ്ങലടിച്ച് കരഞ്ഞു. ആ കരച്ചിലിനൊക്കെ ഇത്തിരി വൈകിട്ടാണെങ്കിലും ഫലം കണ്ടല്ലോ കണ്ണേട്ടാ. ഞാൻ നടന്നതല്ല ഏറ്റവും വലിയ ആശ്വാസം, മറിച്ച് ആ സംഭവത്തിലൂടെ തന്നെ എനിക്ക് കിട്ടിയതാ. അച്ഛന്റെ നഷ്ടം ഒരിക്കലും പരിഹരിക്കാനാവില്ല. എങ്കിലും അതിന് പരിഹാരം എന്നോണം തന്നെ എനിക്ക് തന്നല്ലോ. അത് ചെറിയ കാര്യമല്ല. Da 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 da